ഹായ് ഹലോ, ഞങ്ങളിന്ന് കൊല്ലത്തൊരു കൊളാബിനായിട്ട് പോവാട്ടോ. സാധാരണ ഛർദിലില്ലാതിരുന്ന ഞാനാണ്, പക്ഷേ ഇന്ന് ഫുള്ള് ഛർദിലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിട്ട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ചേട്ടായി ഇങ്ങനെ പറയുന്നത്, കാവ്യ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവളെ പുറത്തൊന്നും കൊണ്ടുപോയി ഫുഡൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് അവൾക്ക് എന്താണോ വേണ്ടുന്നത് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പോകാമെന്ന് കേട്ടോ ചേട്ടായി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ നടന്നു വരാം കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ മണിയനും പൂസിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും ചാടിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ചേട്ടായിട്ട് വന്ന് പറയാം, എൻ്റെ കൂടെ പൂസിയും മണിയനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുൾ ഛർദിലായിരുന്നു. രാവിലെ ചായ കുടിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഛർദിൽ തുടങ്ങി. ഒരു നേരം ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ പോക്കായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഛർദിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരുന്ന ടൈമിൽ ഇത്ര ഒന്നും നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ഇത്രയും ട്രാവൽ ചെയ്യുന്നത് ഈ ടൈമിൽ. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങും പോകാറില്ല. ഹോസ്പിറ്റലിൽ പോകും, നേരെ തിരിച്ച് വീട്ടിൽ, അല്ലാതെ എങ്ങും പോകത്തില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പായി, കാരണം ഛർദിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഛർദിലെന്ന് പറയുന്നത്. അങ്ങനെ ചേട്ടായി അവിടെ ഇങ്ങനെ പറയുക, വണ്ടി ഫുള്ള് കാവ്യ ഛർദിച്ച് വാടയാക്കി എന്നൊക്കെ പറയാം. അപ്പം കുറച്ച് നേരം എനിക്ക് ഉറക്കമല്ല ക്ഷീണം, ഭയങ്കരമായിട്ട് ക്ഷീണം വന്ന് ഞാൻ കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ കിടന്നിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എഴുത്താണിക്കടയിൽ പോയിട്ട്, നമ്മുടെ കൊല്ലത്തെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള കടയാട്ടോ. കടയുടെ ലുക്ക് ആരും നോക്കണ്ട, പക്ഷേ ഇവിടുത്തെ രുചി എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇവിടെ കോയിൻ പൊറോട്ടയും ബീഫല്ല, മട്ടൻ കറി. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത മട്ടനാണ്. ഇത് പറയുമ്പം പോലും എനിക്ക് കൊതി വരുന്നുണ്ട്, അത്രയ്ക്ക് അടിപൊളിയാണ്. അതിൻ്റെ ഗ്രേവി സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പറാണ്. പിന്നെ ഇവിടെ വെട്ട് കേക്കും കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ 10 വെട്ട് കേക്കും വാങ്ങിച്ചു. ഞാൻ 2 പൊറോട്ടയും കഴിച്ചു. പിന്നെ ഇടയ്ക്കൊന്ന് ഇറങ്ങി കേട്ടോ. വീണ്ടും എനിക്ക് തികട്ടി വന്നു. അതും ഛർദ്ദിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അടി കേട്ടോ. ഇത് കൊല്ലം സുപ്രീമിൽ കയറിയിട്ട് ചേട്ടായി എനിക്ക് ഫിഷ് ഫിംഗറും നൂഡിൽസും പിന്നെ ഒരു പുഡിങ്ങും വാങ്ങിച്ചു തന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫിഷ് ഫിംഗർ കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായിക്ക് അത്ഭുതം തോന്നി. ഫിഷ് ഫിംഗർ കഴിച്ചിട്ടില്ലേന്ന്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെയൊന്നും ഞങ്ങൾ പോയിട്ടൊന്നുമില്ല കേട്ടോ, വലിയ ഹോട്ടലിലൊന്നും കഴിക്കാനും വേണ്ടി ഒന്നും. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എനിക്കത് പറയുന്നതിൽ വലിയ നാണക്കേടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്, താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ ടാറ്റാ.